പക്ഷെ ടോബി ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, നമുക്ക് നിലവിലുള്ള അങ്ങനെ മാറിയിട്ടില്ല, മാറ്റാൻ നോക്കണ്ട. നിലവിലുള്ള സാഹചര്യങ്ങളാണല്ലോ ഇപ്പൊ നിർമ്മാതാക്കളുടെ സംഘടനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ വലിയ രീതിക്ക് നടക്കുന്നത്. ചില സിനിമയുടെ വിവരങ്ങൾ, ഞങ്ങളുടെ സംഘടനയുമായിട്ട് ആർക്കാണ് പ്രശ്നം? ചില വിവരങ്ങൾ പുറത്തുവിടുന്നു. ഞങ്ങൾ നിർമ്മാതാക്കളുടെ സംഘടനയുമായിട്ട് ആർക്കാണ് പ്രശ്നം? ചില വിവരങ്ങൾ പുറത്തുവിടുന്നു. ഇപ്പം ഈ സിനിമ ഇന്നലെ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഒരു മാസം കഴിയുമ്പോൾ അവർ ഇതിന്റെ എമൗണ്ട് പുറത്തുവിടുന്നു. വെയിറ്റിംഗ്. ആരെങ്കിലും കള്ളക്കണക്ക് നടത്തണമെന്ന് എനിക്ക് അങ്ങനെ വേണം അറിയാനായിട്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഒരു ആക്ടറാണ്, ഇപ്പോൾ നിർമ്മാതാവുമായിട്ടുണ്ട്. അത്തരം ഒരു രീതി ഒരു സിനിമ നിർമ്മിക്കാൻ വരുന്ന, ഇപ്പം ടോബി ഇവിടെ ഉള്ള ആൾ വരുന്നു, ഇപ്പം ടോബിയുടെ സിനിമ പുറത്ത് നിന്ന് ഒരാൾ നിർമ്മിക്കാൻ വരുമ്പോൾ ഈ സിനിമ മലയാള സിനിമയുള്ള പരാജയത്തിന്റെ കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ ഒരു നിർമ്മാതാവ് സ്വയം മാറിപ്പോകുന്ന സാഹചര്യം പല സിനിമയ്ക്കൂടെ സംഭവിച്ചിട്ടുണ്ട്. അത്തരം ഒരു രീതിയൊക്കെ ഇപ്പം നിർമ്മാതാവെന്ന നിലയിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അത്തരം രീതിയൊക്കെ തുടർന്നു കഴിഞ്ഞാൽ ഈ സിനിമ മലയാള സിനിമയ്ക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പേഴ്സണലി എൻ്റെ അഭിപ്രായം കേട്ടോ. നഷ്ടങ്ങൾ ഉണ്ടാവുള്ളൂ, അതിൽ പുരോഗതി ഒരിക്കലും ഉണ്ടാകില്ല. ആ രീതി എങ്ങനെയാണ് ടോബി കാണുന്നത്? നമുക്കത് ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ അങ്ങനെ അത് പറഞ്ഞു നന്നാക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മളിതിൻ്റെ ഫാക്റ്റുകൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഫാക്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, കഴിഞ്ഞ കൊല്ലത്തെ 2024 മലയാള സിനിമയുടെ ഒരു സക്സസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് കമ്പയർഡ് ടു മറ്റു പല ഇൻഡസ്ട്രികൾ, അല്ലെങ്കിൽ കമ്പയർഡ് ടു ഇതിൻ്റെ മുൻ വർഷങ്ങളിലെ മലയാള സിനിമയുടെ ഒരു സക്സസ് പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ കാര്യം ഒരു 12% എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സക്സസ് പെർസെൻറ്റേജ് ആണെന്നാണ് ഇതിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് പ്രതിസന്ധിയാണെങ്കിൽ പിന്നെ ബാക്കി എല്ലാം പ്രതിസന്ധിയാണ്. മലയാള സിനിമയ്ക്ക് പ്രതിസന്ധികൾ, പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെയൊക്കെ അതിജീവിച്ചിട്ട് ഇത്രയും വർഷം നിലനിന്ന നമ്മളുടെ സിനിമാ വ്യവസായം ഇനിയും നിലനിൽക്കും. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പരസ്പരം ചെളി വാരി എറിയുന്നതിനേക്കാൾ ഞാൻ മനസ്സിലാക്കുന്ന കൂട്ടായിട്ടുള്ള സഹകരണങ്ങളിലൂടെയാണ് നമുക്ക് നമ്മളുടെ എന്നും മലയാള സിനിമ നിലനിന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സഹകരണ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അത് തന്നെ തുടർന്ന് പോവുകയും നമ്മളെല്ലാം ഈ ഇൻഡസ്ട്രി അങ്ങനെ അന്യം നിന്ന് പോവുകയൊന്നുമില്ല. അങ്ങനെ കൂട്ടിയിടാനും പറ്റില്ല. ഇപ്പം ഞാൻ ഉൾപ്പെടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉൾപ്പെടെ ആരെയും സിനിമയ്ക്ക് ആവശ്യമില്ല. നമുക്കൊക്കെയാണ് സിനിമ ആവശ്യം. അപ്പോൾ നമ്മളൊക്കെ തുടർന്നും എത്രത്തോളം സഹകരിച്ച് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് ഇനിയും തുടർന്നും വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ് ആയിട്ട് നമുക്കൊക്കെ സിനിമയോടുള്ള സ്നേഹവും സിനിമ കണ്ടിട്ട് ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും അത് മാത്രമാണ്. അതുള്ളിടത്തോളം കാലം എന്ത് പ്രതിസന്ധിയെയും തരണം ചെയ്യാവുന്നതേ ഉള്ളൂ.